PM കിസാൻ സമ്മാന നിധിയായ 2000 രൂപ കൈപ്പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കർഷക ഐ ഡി എടുത്തിരിക്കണം എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് പറയുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് നിങ്ങളിലോട്ട് എത്തത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു PM കിസാൻ്റെ സമ്മാന നിധി അതായത് 2000 രൂപ നിങ്ങളുടെ കൈപ്പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കർഷക ഐ ഡി എടുത്തിരിക്കണം. അത് ഒരുപാട് ടൈം ഇതുപോലെ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണം എന്നൊരു രീതിയിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഒത്തിരി പേര് ആ ഒരു കർഷക ഐ ഡി എടുത്തിട്ടുണ്ട്. കാരണം എന്തിനാണ് നമ്മൾ കർഷക ഐ ഡി എടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടർന്നുള്ള ഇപ്പോൾ PM കിസാൻ്റെ പരമായിട്ട് തുടർന്നുള്ള എന്തൊരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ കർഷക ഐ ഡി അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കർഷക ഐ ഡി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഈ ഒരു PM കിസാൻ്റെ ഏതൊരു രീതിയിലുള്ള ധനസഹായങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കർഷക ഐ ഡി നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഐ ഡി നമ്മൾ എടുക്കണമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേയൊക്കെ നമ്മൾ കൃഷിഭവനിൽ നിന്നാണ് കർഷക ഐ ഡി എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കൃഷിഭവനിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടത് കൊണ്ടും ഒരുപാട് പേർക്ക് അപ്പോൾ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടൊന്നും നമുക്ക് കർഷക ഐ ഡി എടുക്കാൻ പറ്റാണ്ടായി. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് OTP ഒന്നും കിട്ടാണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൃഷിഭവനിൽ മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കോമൺ സർവീസ് സെൻ്ററുകളിലും അതുപോലെ തന്നെ അക്ഷയകൾ വഴിയൊക്കെ നമുക്ക് ഇപ്പോൾ കർഷക ഐ ഡി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയിട്ട് കർഷക ഐ ഡി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കർഷക ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ അക്ഷയ സെൻ്ററിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ അല്ലെങ്കിൽ ഇപ്പോൾ കോമൺ സർവീസ് സെൻ്ററുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് കൊണ്ടുപോകണം. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ആധാർ കാർഡാണ്. പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫോണും നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല ഇപ്പം നിങ്ങൾ കൃഷിഭൂമിയുടെ ആ ഒരു കരമടച്ച ആ ഒരു രസീത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ ചെന്ന ആ ഒരു കർഷക ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് OTPയും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ആധാർ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പറിൽ ആ ഫോണിലായിരിക്കും നിങ്ങൾക്ക് OTP വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കോമൺ സർവീസ് സെൻറ്റർ വഴിയോ കൃഷിഭവൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എടുക്കേണ്ടതാണ്. ഒരുപാട് പേര് പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മാസം ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്കിപ്പോൾ 2000 രൂപ കേന്ദ്ര സർക്കാർ ഇടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എടുത്തിരിക്കണം. എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കാര്യം എടുക്കാനും പറ്റാണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഇതൊരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അധികം നെറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ OTP വരാൻ താമസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഡേറ്റോ കാര്യങ്ങളോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇതിന് തിരക്ക് കൂടുകയും ആ സമയത്ത് നെറ്റ് ഇഷ്യൂ വരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് OTP കിട്ടാണ്ടാവുകയും ചിലപ്പോൾ ആ ഒരു പറയുന്ന പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി എടുക്കാൻ പറ്റാണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിന്നെ ആ ഒരു കാര്യം മുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മാക്സിമം നമുക്ക് ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു തരുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കർഷക ഐ ഡി നിങ്ങൾ ഇപ്പോഴേ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് വരത്തുമില്ല. അതുമാത്രമല്ല ഈ ഒരു കർഷക ഐ ഡി എടുക്കുന്നത് മുഖാന്തരം നിങ്ങൾക്കിപ്പോൾ എന്ത് ധനസഹായം ആയാലും അതിപ്പോൾ ഒരു ലോൺ ആയാലും എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതൊന്നും എടുക്കാത്ത പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു ലോണോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക്